എൻ്റെ ചെറുപ്പകാലത്ത് വോട്ടിംഗ് പ്രായം 21 വയസ്സാണ്. ഇന്നത്തെ പോലെ 18 വയസ്സല്ല. എനിക്ക് വോട്ടവകാശം കിട്ടിയ അതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1984 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എനിക്ക് സാങ്കേതികമായിട്ട് 21 വയസ്സായിരുന്നു. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. വോട്ടവകാശം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1987 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ വലിയ കോൺഗ്രസ്സുകാരിയാണ്. അമ്മ എന്നോട് പറഞ്ഞു, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ കേരളം ഭരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്ന് വെച്ചാൽ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനൊരു ചിരിയിരിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ കേന്ദ്രം ഭരിക്കാനുള്ള സംവിധാനം നമുക്ക് ഉടനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ അനുജനും കൂടി പോയിട്ട്, അപ്പോഴത്തേക്കും അനുജൻ വോട്ടായി. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എസ് ശർമ്മയ്ക്ക് വോട്ട് ചെയ്തു. ശർമ്മയുടെ എതിർ സ്ഥാനാർത്ഥി MI ഷാനവാസായിരുന്നു. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ശർമ്മ ജയിച്ചു. 500-ൽ പരം വോട്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചത് എൻ്റെയും എൻ്റെ അനുജൻ്റെയും പണ്ടേ പാർട്ടിക്കാരനായിരുന്ന ഞങ്ങളുടെ അച്ഛൻ്റെയും വോട്ടുകളായിരുന്നു എന്നുള്ളതിൽ എനിക്ക് അന്നും ഇന്നും അഭിമാനം തോന്നിയിട്ടുണ്ട്. തുടർന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ ഇടതുപക്ഷത്തിന് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലേക്കാണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും നിയമസഭയ്ക്കാണെങ്കിലും ഒക്കെ യാതൊരു വ്യത്യാസവും അതിന് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ വോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അത് സഖാവ് VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. നമ്മുടെ പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി. അന്ന് CPM വിപ്ലവകരമായൊരു തീരുമാനമെടുത്തു. തീരുമാനം എന്താ വെച്ചാൽ, അബ്ദുൾ നാസർ മദനിയുടെ PDPയുമായിട്ട് സഖ്യം ചേർന്ന് മലബാറിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കണം. അങ്ങനെ പൊന്നാനി മണ്ഡലം പിടിച്ചെടുക്കണം. പൊന്നാനി അന്ന് കുലുങ്ങുന്ന ഒരു മണ്ഡലമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറാണ്. അതിനെതിരെ അത് CPIയുടെ കയ്യിലിരുന്ന സീറ്റാണ് തട്ടിപ്പറിച്ചെടുത്ത് അവിടെ ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഈ നേരത്തെ ശംഖുമുഖത്ത് വെച്ച് VSനെ കണ്ടപ്പോൾ എഴുന്നേക്കാതിരുന്ന പിണറായി വിജയൻ എടപ്പാളിൽ ഈ അബ്ദുൾ നാസർ മദനിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ചരിത്രപരമായ തീരുമാനമെടുത്തു. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ വേറെ പല ആളുകളും അതേ തീരുമാനം തന്നെ എടുത്തു. തീരുമാനം എന്താ വെച്ചാൽ വോട്ട് കോൺഗ്രസ്സിന് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനെതിരെ പോരാടാനായിട്ട് വിജയൻ സഖാവുണ്ട്, പിന്നെ മദനി സഖാവുണ്ട്. ഈ രണ്ട് സഖാക്കളിപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകളുടെ ആവശ്യമില്ല. നമ്മൾ ഈ തെറ്റായ തീരുമാനമെടുത്ത പാർട്ടിയെ തെറ്റായ സമയത്ത് പിന്തുണച്ചാൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ തെറ്റ് പറ്റിയെന്നുള്ള കാര്യം ഒരിക്കലും പാർട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ പാർട്ടിയെ തിരുത്താനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്കുണ്ട്, എന്നെപ്പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തെറ്റായ തീരുമാനമെടുത്ത പാർട്ടിയെ മുന്നണിയെ തിരുത്താൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ വോട്ട് അതിമനോഹരമായിട്ട് KP ധനപാലന് ചെയ്തു. KP ധനപാലനായിരുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. KP ധനപാലനൊരു യോഗ്യനാണ്, ഒരു മര്യാദക്കാരനാണ്. പിന്നെ ആലുവ UC കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. നമ്മളൊരു വോട്ട് കൊടുത്താൽ തെറ്റില്ല, ഒരു യോഗ്യനാണ്. അല്ലെങ്കിൽ ഞാൻ വല്ല ബോൾഷെവിക് പാർട്ടിക്കോ CPI ML റെഡ് ഫ്ലാഗിനുമാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ SUCIക്ക് ചെയ്യാം. അവർക്കൊന്നും ചെയ്യാതെ കോൺഗ്രസ്സിന് ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു കാരണവശാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്, KP ധനപാലൻ ഒരു യോഗ്യനാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വോട്ട് കോൺഗ്രസ്സിന് ചെയ്തു. ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ KP ധനപാലൻ 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഹുസൈൻ രണ്ടത്താണി തോറ്റുപോയി. എന്ന് മാത്രമല്ല, കേരളത്തിൽ 4 മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥികൾ ജയിച്ചുള്ളൂ. ഒന്ന് കാസർഗോട്ട് P കരുണാകരൻ, പിന്നെ പാലക്കാട്ട് MP രാജേഷ് ഏതാണ്ട് 1000-ൽ പരം വോട്ടിന് ജയിച്ചു. പിന്നെ ഒറ്റപ്പാലം അല്ലപ്പോഴത്തേക്കും ആ മണ്ഡലത്തിൻ്റെ പേര് മാറി ആലത്തൂർ സംവരണ സീറ്റിൽ PK ബിജു, പിന്നെ ആറ്റിങ്ങൽ നമ്മുടെ ഡോക്ടർ A സമ്പത്ത്. ഇത്രയും പേരെ ജയിച്ചുള്ളൂ. ബാക്കി 16 സീറ്റിലും LDF തോറ്റ് തുന്നമ്പാടി എന്നല്ല ബൗളർ ഹാറ്റിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. നമ്മളൊരു നല്ല കാര്യം ചെയ്തല്ലോ. ശർമ്മക്ക് വോട്ട് ചെയ്തപ്പോൾ ഉണ്ടായ പോലത്തെ ഒരു സന്തോഷം, ഒരു മനസ്സമാധാനം, ഒരു ഉല്ലാസം തോന്നി. കാരണം ഈ അബ്ദുൾ നാസർ മദനിയുടെ കൂട്ടുകൂടി തെറ്റായി പോയിന്ന് പിന്നീട് CPM തന്നെ വിലയിരുത്തുകയും അത് പാർട്ടിക്കാരോട് ഏറ്റുപറഞ്ഞു. അങ്ങനെ ഒരു തെറ്റ് തിരുത്തിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഞാനും എന്നെപ്പോലുള്ള ആളുകളും കൈപ്പറ്റിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പോഴും അതേ മാനസികാവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. കാരണം പിണറായി സഖാവിൻ്റെ ഭരണം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെത്തി. ഈ ഇടതുപക്ഷ ഭരണത്തേക്കാൾ മോശമായിരിക്കും UDFൻ്റെ ഭരണം എന്നുള്ളതിൽ ആരും സംശയമില്ല. പക്ഷേ എന്നാൽ പോലും ഇത് ഒരടി പോലും സഹിക്കാൻ പറ്റിയില്ല. നവകേരള സദസ്സ് നടത്തിയപ്പോൾ നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ചു. ലോക കേരള സഭ നടത്തിയപ്പോഴും പോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മറിയക്കുട്ടിക്ക് പെൻഷൻ ഇല്ലാണ്ടായപ്പോൾ നമ്മൾ കഷ്ടം, ഇത് ഇനിയും സമ്മതിച്ചു കൊടുക്കരുതല്ലോ എന്ന് വിചാരിച്ചു. ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്ത് ആ പാവങ്ങൾ കരഞ്ഞ് കൊണ്ട്
മഴയത്ത് ടെൻറ്റ് കെട്ടി സമരം ചെയ്യുമ്പോൾ ടെൻറ്റ് പൊളിക്കുന്ന പോലീസുകാരെ കണ്ടപ്പോൾ ഇതിനി അനുവദിക്കരുത് എന്ന് തോന്നി. അവർ തലമുണ്ടനം ചെയ്യണം കണ്ടപ്പോൾ ഇതിനോട് ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുകയില്ല, ഇതല്ല ഇടതുപക്ഷം എന്ന് തോന്നി. ഇതല്ല ഇടതുപക്ഷം എന്ന് തോന്നി. അത് കഴിഞ്ഞ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത വന്നപ്പോൾ സഖാക്കൾ ഈ നിലയിലേക്ക് കഥപ്പതിച്ചു എന്നെനിക്ക് അത്ഭുതം തോന്നി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടിൽ ഇവർ കൈയിട്ട് വാരി എന്നുള്ള വാർത്ത കേൾക്കുക, അതിന് ഉത്തരവാദിയായ ആളെ വീണ്ടും പയ്യന്നൂരിൽ മത്സരിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഈ നിലയിലേക്കൊക്കെ നമ്മുടെ പാർട്ടി എത്തിയല്ലോ, ഇടതുപക്ഷ പ്രസ്ഥാനം ഈ നിലയിലെത്തിയല്ലോ. EMSൻ്റെ AKGയുടെ കൃഷ്ണപിള്ളയുടെയൊക്കെ പേര് പറയുന്ന പാർട്ടിക്കാർ ഈ നിലയിലെത്തിയല്ലോ എന്നാലോചിച്ച് ഞാൻ പിന്നെയും അന്തം വിട്ടു. G. സുധാകരനെ പോലെ ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ഒരു പാർട്ടിക്കാരൻ, ഒരു പൈസ അഴിമതി നടത്താത്ത ആൾ, ഈ പാർട്ടിയിൽ നിന്ന് അവഹേളിതനായി പുറത്തു പോവുകയും റിബലായി മത്സരിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ഇതല്ല ഇടതുപക്ഷം, ഇത് ഒരിക്കലും ഇടതുപക്ഷമാകാൻ പറ്റിയില്ല. ഇത് ഇടതുപക്ഷമാണെങ്കിൽ നമ്മൾ ഇടതുപക്ഷത്തല്ല, നമ്മൾ വേറെ ഏതോ പക്ഷത്താണ് എന്നെനിക്ക് ബോധ്യമായി. ഇപ്പോൾ വീണ്ടും പഴയ 2009 ആവർത്തിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് തെറ്റാണ്, മതരാഷ്ട്രവാദികളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം പറയുന്ന പിണറായി വിജയനും MV ഗോവിന്ദനും ബിനോയ് വിശ്വവും ഇപ്പോൾ പറയുകയാണ് SDP-യുടെ വോട്ട് മേടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അവർ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ്, BJP-യെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ആ വോട്ട് വളരെ ഹലാലായ വോട്ടാണ്, ഇനി അവരുമായിട്ട് ചേർന്നിട്ടാണ് നമ്മുടെ മാറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അവിലും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ എന്ന മുദ്രാവാക്യമാണ് എൻ്റെ ചെവിയിൽ പ്രതിധ്വനിക്കുന്നത്. കൈയും വെട്ടും കാലും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരൊക്കെ ഇവിടെ നടത്തുന്ന സമരങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ആലുവയിലും ചെറുതല്ലാത്ത രീതിയിൽ സൂടാപ്പികളുള്ള സ്ഥലമാണ്. ഞാൻ അന്നും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മുദ്രാവാക്യമൊന്നും കേട്ട് ഞങ്ങളാരും പേടിക്കില്ല. ഇത് ഈ കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അധികം നാൾ കയ്യും കാലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ മാതൃസംഘടനയെ നിരോധിച്ചു, പോഷക സംഘടനകളെ നിരോധിച്ചു. നേതാക്കന്മാർ പറഞ്ഞു ഇപ്പോഴും തിഹാർ ജയിലിൽ ഉണ്ടെന്ന് കഴിയുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വിജയൻ സഖാവും ഗോവിന്ദൻ സഖാവും ബിനോയ് സഖാവും ഇവർക്ക് സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇനി അവരുടെ വോട്ട് മേടിച്ച് ജയിച്ച് ഈ നാട്ടിൽ സോഷ്യലിസം, മാർക്സിസം, ലെനിനിസം, വിപ്ലവം ഒക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഈ വിപ്ലവത്തിൽ എനിക്ക് പങ്കില്ല, എനിക്ക് ഇതിൽ ഷെയറില്ല. ഞാൻ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യില്ല. വേറെ എന്ത് സംഭവിച്ചാലും എൻ്റെ വോട്ട് ആലുവ മണ്ഡലത്തിൽ അൻവർ സാദത്തിനാണ്, എൻ്റെ വോട്ട് കൈപ്പത്തിക്കാണ്.